മനോഹരമായ തെരഞ്ഞെടുപ്പായിരിക്കും, വാശേറിയ തെരഞ്ഞെടുപ്പായിരിക്കും. എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഒരു സംഘടനയ്ക്ക് വേണ്ടി അണിനിരക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും. വളരെ ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ അതിനൊക്കെ ചില കാതലുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ ചിലർക്ക് ബോധ്യമായിട്ടുണ്ട്. ചില കാതലില്ലാത്ത ആരോപണങ്ങൾ ചിലരുടെ ഭാഗത്തു നിന്ന് ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് കഴമ്പൊന്നും ഇല്ല എന്ന് പൊതുസമൂഹം മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ സംഘടനയെ ഇത്രമേൽ ഈ പൊതുസമൂഹം ശ്രദ്ധിക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ നമ്മളുടെ എല്ലാം പൊതുബോധം രൂപീകരിക്കുന്നതിൽ സിനിമയ്ക്ക് വലിയ പങ്കുണ്ട്. അതുകൊണ്ട് ഈ മാധ്യമം നശിച്ചു പോകരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു പൊതുസമൂഹമാണ് എപ്പോഴും നമ്മളെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ശ്വേതയ്ക്ക് എതിരെ വന്ന ആരോപണം എന്നൊക്കെ പറഞ്ഞാൽ അത് നമ്മൾ കണ്ടില്ലേ, ആർക്കും എന്തും ആർക്കെതിരെ കൊടുക്കാമെന്നുള്ളതിൻ്റെ ഒരു അത്രയും സ്വാതന്ത്ര്യം സമൂഹത്തിന് ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. അല്ല, ഞാനൊരിക്കലും ഒരു സ്ത്രീത്വത്തെയും അപമാനിക്കുന്ന ഒരാളല്ല. കാര്യം ഏറ്റവും കൂടുതൽ സ്ത്രീകളെ ബഹുമാനിക്കുന്ന ഒരു മനുഷ്യൻ തന്നെയാണ്. കാര്യം അതാണ് നമ്മുടെ ഒരു സംസ്കാരം. അങ്ങനെയുള്ളൊരു സംസ്കാരമുള്ളൊരു വീട്ടിൽ നിന്നാണ് ഞാൻ വരുന്നത്. അതുകൊണ്ട് ആ കുട്ടി കൊടുത്തൊരു പരാതി, ആ പരാതി കൊടുത്തതിൽ എനിക്കൊരു വിഷമമുണ്ടോയെന്നുള്ള അല്ലാതെ കണ്ട് ഞാനൊരിക്കലും ആ കുട്ടിയെ അപമാനിക്കാൻ ശ്രമിച്ചിട്ടില്ല. ഇനി കമ്മിറ്റിയിൽ വരികയാണെങ്കിൽ ആ കുട്ടിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ ഒരു സഹോദരി എന്ന നിലയിൽ ചേർത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും.